നമസ്കാരം. നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ. ഈ ചാനലിൻ്റെ എല്ലാമാണ് എം വി നികേഷ് കുമാർ. ഒരു കാലത്ത്, അതായത് ഒരു 1.5 കൊല്ലം മുമ്പ് വരെ ജീവനക്കാർക്ക് വേതനം കൊടുക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു റിപ്പോർട്ടർ ചാനലിന് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പിന്നീട് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി ബാലചന്ദ്രകുമാർ എന്ന വ്യക്തി എത്തിയതിനു ശേഷമാണ് റിപ്പോർട്ടർ ചാനൽ ഒന്ന് സജീവമായത്, അഥവാ പച്ച പിടിച്ചത്. പിന്നീട് റിപ്പോർട്ടർ ചാനൽ കൈമാറ്റം ചെയ്തു എന്ന് കേട്ടു. തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിനടുത്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസും സ്റ്റുഡിയോയും ഒക്കെ തുടങ്ങി. റിപ്പോർട്ടർ ചാനലിൻ്റെ എംബ്ലം പതിപ്പിച്ച പുതുപുത്തൻ സ്വിഫ്റ്റ് കാറുകൾ ചറപറ നഗരത്തിൻ്റെ നാനാഭാഗത്തും കൂടി ഓടിത്തുടങ്ങി. ഇപ്പോഴിതാ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ഇന്റലിജൻസ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരികൾ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ മുട്ടിൽ കുടുംബവുമായി ബന്ധമുള്ള KJ ജോസ്, VV സാജു എന്നിവരുടെ പേരിലേക്ക് മാറ്റാനായി ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറായ MV നികേഷ് കുമാർ സമർപ്പിച്ച അപേക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തള്ളി. കാരണം എന്താണെന്നോ? നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളിൽ നിന്ന് 7 കോടി രൂപ റിപ്പോർട്ടർ ചാനലിന് കൈമാറിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 2 ആഴ്ച മുൻപ് നികേഷ് കുമാറിനെ EDയുടെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടികൾക്ക് കവറേജ് നൽകാനും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാനുമുള്ള സ്പോൺസർഷിപ്പിനായാണ് ഈ 7 കോടി രൂപ കൈപ്പറ്റിയത് എന്നായിരുന്നു നികേഷ് കുമാറിന്റെ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണത്തിൽ ED തൃപ്തരല്ല. അതായത് നികേഷ് കുമാറിന്റെ ന്യായീകരണം ED വിശ്വസിച്ചിട്ടില്ല എന്നർത്ഥം. ഈ വിഷയത്തിൽ EDയെ കൂടാതെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും NIAയും സമാന്തരമായ അന്വേഷണവും നടത്തുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥത സംബന്ധിച്ച വിവിധ കോടതികളിൽ കേസ് നടന്നിരുന്നു. MV നികേഷ് കുമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തി വ്യാജരേഖകൾ ചമയ്ക്കുകയും ഷെയർ അലോട്ട്മെന്റിൽ തിരിമറി നടത്തുകയും കൃത്രിമ പണമിടപാടുകൾ നടന്നതായി കാണിക്കുകയും ചെയ്ത ഭൂരിപക്ഷം ഓഹരികൾ കൈക്കലാക്കി തട്ടിപ്പ് നടത്തി ഉടമസ്ഥനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തൊടുപുഴ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2016 രജിസ്റ്റർ ചെയ്ത കേസിൽ 2018 കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ട്രയൽ തടസ്സപ്പെടുത്താൻ പ്രതികൾ ഹൈക്കോടതിയിൽ നിന്ന് ട്രയൽ സ്റ്റേ സമ്പാദിച്ചിരുന്നു. 2020 തന്നെ ഈ സ്റ്റേ ഹൈക്കോടതി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തൊടുപുഴ CJM കോടതിയിൽ കഴിഞ്ഞ 3 വർഷമായി സ്റ്റേ നിലനിൽക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ട്രയൽ നീട്ടിക്കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഹർജിക്കാരിയായ ലാലി ജോസഫ് പരാതി നൽകിയതിനെ തുടർന്ന് ട്രയൽ നടപടികൾ വീണ്ടും തുടങ്ങുകയും പ്രതികൾ നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നികേഷ് കുമാറും ഭാര്യ റാണി വർഗീസും കോടതിയിൽ ഹാജരായി ജാമ്യം പുതുക്കിയിരുന്നു. റിപ്പോർട്ടർ ന്യൂസ് ചാനലിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന നിർണായക വിധി പുറപ്പെടുവിക്കുന്നതിനുള്ള പൂർണ്ണാധികാരം ട്രയൽ കോടതിക്ക് സുപ്രീം കോടതി നൽകിയിരുന്നു. കോടതിയിൽ സത്യം തെളിയുമെന്നും അന്തിമ വിധി വരുന്നതോടെ ചാനലിന്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുമെന്നും ഉറപ്പുണ്ടായിരുന്ന നികേഷ് കുമാർ ചാനൽ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് വിൽപ്പന നടത്തുകയായിരുന്നു. ചാനലിന്റെ ഷെയർ അലോട്ട്മെന്റ് സംബന്ധിച്ച നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ചിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തട്ടിക്കൂട്ട് കമ്പനിയുണ്ടാക്കി ചാനലിന്റെ ഷെയറുകൾ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട അഗസ്റ്റിൻ സഹോദരന്മാർ വാങ്ങിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ കമ്പനിയുടെ ബൈലോ അനുസരിച്ച് ചാനലിൽ ഉള്ള ഏതെങ്കിലും ഷെയർ ഹോൾഡർ ചാനലിന്റെ ഷെയർ വാങ്ങാൻ തയ്യാറായാൽ പുറത്തുള്ള മറ്റൊരു വ്യക്തിക്ക് ഷെയർ കൈമാറാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. ചാനലിന്റെ മുഴുവൻ ഷെയറുകളും വാങ്ങാൻ തയ്യാറാണ് എന്ന് പരാതിക്കാരിയായ ലാലി ജോസഫ് 2019 2023 രേഖാമൂലം അറിയിച്ചെങ്കിലും ഷെയർ അവർക്ക് കൊടുക്കാൻ നികേഷ് കുമാർ തയ്യാറായിരുന്നില്ല. രേഖകൾ പ്രകാരം 7 കോടി രൂപയ്ക്കാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ വിൽപ്പന നടത്തിയിരിക്കുന്നത്. ഇതാകട്ടെ കോടതി അലക്ഷ്യവുമാണ്. ചാനലിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് ക്രിമിനൽ കേസും കമ്പനി കേസും വിവിധ കോടതികളിൽ നിലനിൽക്കുമ്പോഴാണ് നികേഷ് കുമാർ അതെല്ലാം മറച്ചുവെച്ചുകൊണ്ട് ചാനൽ വിൽപ്പന നടത്തിയിരിക്കുന്നത്. നികേഷ് കുമാറിന്റെയും അരുൺകുമാറിന്റെയും ഒക്കെ നിലപാടുകൾ കണ്ടാലറിയാം ആരുടെയൊക്കെയോ കൂലിത്തള്ളലുകാർ ആണെന്ന്. അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ അർജുൻ എന്ന നരാധമനെ വെള്ളപൂശാൻ അരുൺകുമാറിനും റിപ്പോർട്ടർ ചാനലിനുമല്ലാതെ മറ്റാർക്കാണ് കഴിയുന്നത്? എന്തായാലും ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും, അക്കാര്യത്തിൽ സംശയമില്ല.